ഹായ് ഓൾ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് എ ഫീനിക്സ് റൈസസ് ബൈ ടിങ്കിൾ ഹന്ന. അതിന് മുന്നേ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ശ്രീകാന്ത് ബൊല്ല സേസ് ദ വേൾഡ് മേ ലുക്ക് അറ്റ് യു ആൻഡ് സേ യു cannot do it. Look at the world and say I can do anything. What do you understand from these words? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ശ്രീകാന്ത് ബൊല്ലയുടെ ചാപ്റ്ററിലെ ഒരു ലൈനാണല്ലേ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ലോകം തന്നെ നിങ്ങളെ നോക്കിയിട്ട് പറയും നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. പക്ഷേ നിങ്ങൾ ഈ ലോകത്തിനെ നോക്കിയിട്ട് പറയണം ഐ ക്യാൻ ഡു എനിത്തിങ്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് വേർഡ്സ്? അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? നമ്മൾക്ക് പേഴ്സിവറൻസ് ഉണ്ടെങ്കിൽ, നിരന്തരമായ നമ്മുടെ പ്രയത്നവും കഠിനാധ്വാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റുമെന്നല്ലേ. Here is the story of another young man who, tough, isolated by society, still became an icon of perseverance and social commitment. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഫീനിക്സ് റൈസസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീകാന്ത് ബൊല്ലയെ പോലെ തന്നെയുള്ള ഒരു യങ് മാൻ, ഒരു മനുഷ്യനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഐസൊലേറ്റഡ് ബൈ ദ സൊസൈറ്റി, സമൂഹത്തിനാൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാളാണ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം എന്തായിട്ട് മാറി? ഐക്കൺ ഓഫ് പേഴ്സിവറൻസ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. പേഴ്സിവറൻസ് എന്ന് പറഞ്ഞാൽ നിരന്തരമായ പ്രയത്നം, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിനോടുള്ള ഒരു ഇഷ്ടം, ഒരു കമ്മിറ്റ്മെൻറ്റ്. അതിലൊക്കെ ഒരു ഐക്കണായിട്ട് മാറി, ഒരു പ്രതീകമായിട്ട് മാറി. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് ഹിം. എ ഫീനിക്സ് റൈസസ് ബൈ ടിങ്കിൾ ഖന്ന. ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യത്തെ പാരഗ്രാഫ്. Bablu Kewat had been an indifferent student at best. He still remembers his science teacher Mrs. Sharma and the egg incubator that he had made under her supervision. അപ്പോൾ നമുക്ക് ക്യാരക്ടറിനെ കിട്ടി. ബബ്ലു കേവത്താണ് ആദ്യത്തെ ക്യാരക്ടർ. അദ്ദേഹം സ്റ്റുഡൻറ്റ് അറ്റ് ബെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിക്കേണ്ട സമയത്ത് പോലും, അതായത് സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് പോലും പഠിത്തത്തിലൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ആയിരുന്നില്ല. ഇൻഡിഫറൻ്റ് ആയിരുന്നു, നോട്ട് ഇൻട്രസ്റ്റഡ് എന്നർത്ഥം. ഹീ സ്റ്റിൽ റിമെമ്പേഴ്സ് ഹി സയൻസ് ടീച്ചർ മിസ്സസ് ശർമ്മ. എന്നിട്ട് പോലും ബബ്ലു കേവത്ത് അയാളുടെ സയൻസ് ടീച്ചറിനെ ഓർക്കുന്നുണ്ട്, മിസ്സസ് ശർമ്മയെ. ആൻഡ് ദ എഗ് ഇൻക്യുബേറ്റർ ദാറ്റ് ഹി ഹാഡ് മെയ്ഡ് അണ്ടർ ഹെർ സൂപ്പർവിഷൻ. അപ്പോൾ ആ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ബബ്ലു കേവത്ത് ഒരു എഗ് ഇൻക്യുബേറ്ററും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പഠിത്ത കാര്യത്തിൽ മാത്രമാണ് പുറകോട്ട്, ബാക്കിയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ കുറച്ച് കഴിവുള്ള ആളായിരുന്നു ബബ്ലു കേവത്ത്. But when Bablu's father died, leaving his mother struggling to support her small family. അപ്പോൾ ബബ്ലു കേവത്തിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയായിരുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഹി ഡ്രോപ്പ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ ടു ഗെറ്റ് എ ജോബ് ആൻഡ് ഹെൽപ്പ് ഹെർ ഔട്ട്. ബബ്ലു കേവത്ത് അയാളുടെ സ്കൂളെല്ലാം ഉപേക്ഷിച്ച് ഒരു ജോലി ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ട്? അച്ഛൻ മരിച്ചു പോയല്ലോ, അപ്പോൾ അമ്മയാണ് ഫാമിലി ഫുള്ള് നോക്കുന്നത്. അപ്പോൾ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജോലിക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ഹി ജോയിൻഡ് എ വർക്ക്ഷോപ്പ് ആസ് എ ബസ് ബോയ് ഗെറ്റിംഗ് ടീ ഫോർ ദി ഓണർ. അതിനുശേഷം ഒരു വർക്ക്ഷോപ്പിൽ, അപ്പോൾ സ്കൂളൊക്കെ ഉപേക്ഷിച്ചു അല്ലേ അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇപ്പോൾ വർക്ക്ഷോപ്പിൽ ഒരു ബസ് ബോയ് ആയിട്ട് ജോലി ചെയ്യുന്നു. ബസ് ബോയ് എന്ന് പറഞ്ഞാൽ ഈ ചായയും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക, അവർ പറയുന്ന എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുക, അങ്ങനെയുള്ളൊരു ജോലി. ഹി സ്ലോലി വർക്ക്ഡ് ഹിസ് വേ ടു ബിക്കമിങ് എ വെൽഡർ. അത് കഴിഞ്ഞ് ആ വർക്ക്ഷോപ്പിൽ തന്നെ വെൽഡറായിട്ട് ജോലി ചെയ്തു. ഗ്രാജുവലി ഹി ടുക്ക് ഓവർ ദി മോണ്ട് ഗേജ് ഓഫ് ദ വർക്ക്ഷോപ്പ്. അതിനുശേഷം ഒരു തവണ വ്യവസ്ഥയിൽ ആ വർക്ക്ഷോപ്പ് തന്നെ ബബ്ലു ഏറ്റെടുത്തു. ആഫ്റ്റർ ദാറ്റ് ഹി റാൻ ദ ബിസിനസ് ഹിംസെൽഫ്, ഗ്രോയിങ് ഇറ്റ് സ്റ്റഡിലി. അതിനുശേഷം വർക്ക്ഷോപ്പിലെ ബിസിനസ് എല്ലാം ബബ്ലു ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് അത് ചെയ്യാനായിട്ട് തുടങ്ങി. അത് വളർന്നു വരാനും തുടങ്ങി. ബബ്ലു ആൻഡ് ഗൗരി ഹാഡ് എ arranged marriage after meeting just once briefly in the presence of both their families. അപ്പോൾ അടുത്തതായിട്ട് കാണിക്കുന്നത് ബബ്ലു ആൻഡ് ഗൗരി ഭാര്യയാണ്, അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു. അറേഞ്ച്ഡ് മാരേജ് ആണ്. മീറ്റിംഗ് ജസ്റ്റ് വൺസ്, ഒരിക്കൽ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർ തീരുമാനിച്ച് അങ്ങനെ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ബബ്ലു, ഭാര്യ ഗൗരി. വൺ മോർണിംഗ് ബബ്ലുസ് മദർ ആൻഡ് യങ്ങർ സിസ്റ്റർ ഷാലു വെയർ ഡ്രിങ്കിങ് ടീ. അപ്പോൾ ഒരു ദിവസം രാവിലെ ബബ്ലുവിൻ്റെ അമ്മയും അനിയത്തി ഷാലു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലുക്കിംഗ് ഫോർ ഹിസ് വൈഫ് ബബ്ലു സോണ്ടേർഡ് ഔട്ട് ടു ദി ബാക്ക് പോർച്ച്. അപ്പോൾ ഇങ്ങനെ അമ്മയും അനിയത്തി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരി വൈഫിനെ നോക്കി ബബ്ലു ഇങ്ങനെ സോണ്ടേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലസമായി നടന്നൊക്കെ ഇങ്ങനെ നോക്കുവാണ് വൈഫ് എവിടെയെന്ന്. അപ്പോൾ വീടിൻ്റെ പുറകിലൊക്കെ പോയി നോക്കുന്നുണ്ട്. ഹി സോ ഗൗരി വാക്കിംഗ് ഹാരഡ്ലി ടുവേർഡ് ദ ബാത്റൂം ഹോൾഡിങ് എ റാഗ് ഇൻ ഹെർ ഹാൻഡ്. അപ്പോൾ നോക്കുമ്പോൾ
ഗൗരി ഭയങ്കര സ്പീഡിൽ ബാത്റൂമിലൊക്കെ നടന്നു പോകുന്നുണ്ട്. ഹോൾഡിങ് എ റാഗ് ഇൻ ഹെർ ഹാൻഡ്. എന്താണ്, കയ്യിലൊരു റാഗുണ്ട്. റാഗ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ തുണിയുമായിട്ട് വളരെ സ്പീഡിൽ ഗൗരി ബാത്റൂമിലേക്ക് പോകുന്നു. He came to know from her that women used rags instead of sanitary napkins. അവിടെ നിന്നാണ് മനസ്സിലായത് വൈഫ് പീരീഡ്സ് ആണ് അല്ലേ, പീരീഡ്സ് ആണ്. പക്ഷേ എന്താണ്, അവരെല്ലാം യൂസ് ചെയ്യുന്നത് പഴയ തുണികളാണ്, സാനിറ്ററി നാപ്കിൻസ് അഥവാ പാഡ്, നമ്മൾ ഉപയോഗിക്കുന്ന പാഡൊന്നും അന്നില്ല. That evening, on his way back from the workshop, Bablu decided to surprise Gauri with a gift. അപ്പോൾ അന്ന് വൈകുന്നേരം ബബ്ലു വർക്ക്ഷോപ്പിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഗൗരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഹി വെൻറ്റ് ടു എ സ്മോൾ സ്റ്റോർ. ദ സ്റ്റോർ കീപ്പർ ക്വിക്ക്ലി റാപ്പിഡ് ദ നാപ്കിൻ പാക്ക് ഇൻ ആൻ ഓൾഡ് ന്യൂസ് പേപ്പർ. ഒരു കടയിൽ ചെല്ലുന്ന കടക്കാരൻ പെട്ടെന്ന് തന്നെ ഒരു നാപ്കിൻ എടുത്ത് പൊതിഞ്ഞ് ബബ്ലുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ബബ്ലു വാസ് സ്റ്റാർട്ടൽഡ് അറ്റ് ദി എക്സോബിറ്റൻറ്റ് പ്രൈസ്. പക്ഷേ ബബ്ലു ഭയങ്കരമായിട്ട് കണ്ട് ഞെട്ടിപ്പോയി. എന്ത് എക്സോബിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അമിതമായ ഹൈ പ്രൈസ്, ഭയങ്കര വില കൂടുതലാണല്ലേ. ബട്ട് ബ്യൂട്ടിഫുള്ളി പെയ്ഡ് ഹിം ഫോർ 40 rupees. എന്താണ്, പക്ഷെ എന്തായാലും സാധനം മേടിച്ചു പോയി. അപ്പോൾ 40 രൂപയാണ് അതിന്, അത് കൊടുത്തേ പറ്റൂ. അങ്ങനെ 40 രൂപ ബബ്ലു കൊടുക്കുന്നു. ഹി അൺറാപ്പിഡ് ദ പാക്കറ്റ് ആൻഡ് എക്സാമിൻഡ് ദ പാഡ്. എന്നിട്ട് എന്ത് ചെയ്തു, ബബ്ലു പതിയെ ഇതിങ്ങനെ തുറന്ന് നോക്കുന്നു. നോക്കിയിട്ട് എന്താണിത്, എങ്ങനെയാണ് ഈ പാഡ് എന്നൊക്കെ ഉള്ളതൊന്ന് പരിശോധിക്കുന്നു. ഇറ്റ് സീംഡ് ടു ബി ജസ്റ്റ് പ്ലെയിൻ കോട്ടൺ റാപ്പിഡ് ഇൻ എ ഗൗസ് ഷീറ്റ്. എന്താണ് ഗൗസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നേരിയ തുണിയിൽ കുറച്ച് കോട്ടൺ വെച്ച് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഹി പ്ലേസ്ഡ് ഇറ്റ് ഓൺ ഹിസ് പാം. അതിങ്ങനെ കയ്യിലൊക്കെ ഒന്ന് വെച്ച് നോക്കി. ബബ്ലു. ട്രൈയിങ് ടു കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ദി പാഡ്. ആ പാഡിന് എത്ര വെയിറ്റ് ഉണ്ടെന്നൊന്നും അറിയണമല്ലോ. അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ എന്തോരം ഉണ്ട്, 10 grams. ഹി സെഡ് ടു ഹിംസെൽഫ്, ഒരു 10 gram ഉണ്ട്. ഹാവിങ് സീൻ ഹിസ് ഫാദർ വർക്കിംഗ് വിത്ത് കോട്ടൺ യാൺ. അപ്പോൾ ബബ്ലുവിൻ്റെ ഫാദർ ഒരു കോട്ടൺ യാണിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഹി ന്യൂ ദാറ്റ് 10 grams ഓഫ് കോട്ടൺ വുഡ് ബെയർലി കോസ്റ്റ് 10 paise. 10 gram കോട്ടന് എത്രയാണ്, 10 പൈസ മാത്രമേ ഉള്ളൂ എന്ന് ആർക്കറിയാം, ബബ്ലുവിനറിയാം. അപ്പോൾ ഇത് ഭയങ്കര വില കൂടുതലാണല്ലേ. ബട്ട് ഹിയർ ഹി വാസ് പേയിങ് 4 rupees ഫോർ ഈച്ച് ഓഫ് ദീസ് പാഡ്സ്. അപ്പോൾ 10 പൈസ ഉള്ള സാധനത്തിന് ഇവിടെ അദ്ദേഹം എത്ര രൂപ കൊടുത്തു, മൊത്തത്തിൽ 40 രൂപ കൊടുത്തു ഒരെണ്ണത്തിനപ്പോൾ എത്ര രൂപയുണ്ട്, 4 രൂപയോളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര വില കൂടുതലല്ലേ. ഹി പുട്ട് ദ പാഡ് ബാക്ക് ഇൻ ദി പാക്കറ്റ്. അപ്പോൾ അങ്ങനെ തിരിച്ച് ആ പാഡ് എടുത്ത് പാക്കറ്റിലൊക്കെ ഇട്ടു. ബാക്ക് ഹോം ബബ്ലു സീക്രട്ട്ലി ഹാൻഡഡ് ഓവർ ദി പാക്ക് ടു ഗൗരി. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ബബ്ലു പതിയെ ആരും കാണാതെ ഗൗരിക്ക് ആ ഗിഫ്റ്റ് അങ്ങ് കൊടുത്തു. ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. ഗൗരിക്ക് പക്ഷേ സന്തോഷമൊന്നുമില്ല. ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദീസ് പാക്കറ്റ്സ് എവറി മന്ത് ദെൻ ലെറ്റ് എലോൺ കേഡ് ആൻഡ് ഗീ വി വിൽ നോട്ട് ഈവൻ ഹാവ് ഇനഫ് മണി ടു ബൈ മിൽക്ക്. അപ്പോൾ എന്താണ് ഗൗരിക്ക് സങ്കടം, ഇങ്ങനെയാണെങ്കിൽ ഷാലുവും ഞാനും ഒക്കെ ഇത് ഒരു മാസം മേടിച്ചു വരുമ്പോൾ നെയ്യും തൈരും ഒക്കെ പോട്ടെ, പക്ഷേ പാല് വേണമല്ലോ. പാല് പോലും മേടിക്കാനായിട്ട് നമുക്ക് പൈസ തികയില്ല, കാരണം ഇത് ഭയങ്കര ഹൈ പ്രൈസാണ്. ബബ്ലു ലുക്ക്ഡ് അറ്റ് ഹെർ ഡിജക്റ്റഡ്ലി എന്ന് പറഞ്ഞാൽ സങ്കടത്തോടെ ബബ്ലു നോക്കി ഒരു ഗിഫ്റ്റ് കൊടുത്തതാണല്ലേ. ബട്ട് ഹി ദെൻ ഡിറ്റർമൈൻഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രോജക്റ്റ്. പക്ഷേ ബബ്ലു അത് സങ്കടം വന്നെങ്കിലും ബബ്ലു അതിൽ നിന്നൊരു തീരുമാനം എടുത്തു, ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങണം. അപ്പോൾ എന്തോ ഒരു പ്രോജക്റ്റ് തുടങ്ങാനായിട്ട് ബബ്ലു തീരുമാനിച്ചു. ഹി പുൾഡ് ഔട്ട് എ പെയർ ഓഫ് സിസേഴ്സ്. അപ്പോൾ 2 കത്രിക വാങ്ങി. എ നീഡിൽ ആൻഡ് സം ത്രെഡ്. ഒരു സൂചി മേടിച്ചു, കുറച്ച് നൂല് മേടിച്ചു. കോട്ടൺ ആൻഡ് ക്ലോത്ത് ഫ്രം ഹിസ് ബാഗ്. പിന്നെ എന്തൊക്കെയുണ്ട്, ഒരു കോട്ടൺ മേടിച്ചിട്ടുണ്ട്, കുറച്ച് തുണികളുണ്ട്, അതെല്ലാം ബാഗിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. ഹി ബിഗൻ flattening the cotton between his hands as if he were spreading out dough ടു മേക്ക് എ ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തി പരത്തുമ്പോൾ നമ്മളൊരു കുറച്ച് പൊടി എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പരത്തില്ലേ, അതുപോലെ കുറച്ച് കോട്ടൺ എടുത്ത് അതിനെ ഫ്ലാറ്റനിങ് ചെയ്തു എന്ന് വെച്ചാൽ അതിനൊന്ന് പരത്തിയെടുത്തു. വിത്തിൻ 24 hours ഓഫ് ഫസ്റ്റ് സ്റ്റിച്ചിങ് എ സാനിറ്ററി നാപ്കിൻ ബബ്ലു ഹാഡ് മാനേജ് ടു മേക്ക് ഹിസ് ഓൺ. അപ്പോൾ ആദ്യമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വൈഫിന് വേണ്ടിയിട്ട് സ്റ്റോറിൽ പോയി ഒരു നാപ്കിൻ മേടിച്ചതല്ലേ. അതൊന്നും ആദ്യമായിട്ട് തൊട്ടിട്ട് 24 മണിക്കൂറായില്ല, പക്ഷേ അതിനുള്ളിൽ സാനിറ്ററി പാഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു തീരുമാനം ബബ്ലു എടുത്തു. ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു മേക്ക് എ യൂസ്ഫുൾ വൺ. പക്ഷേ യൂസ്ഫുള്ളായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ലോ, ഉണ്ടോ, ഇല്ല.
വൺ ആസ് ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് ദ മെറ്റീരിയൽ യൂസ്ഡ് ബൈ ദി ബ്രാൻഡ്സ്. കാരണം അദ്ദേഹത്തിന് ബ്രാൻഡുകളൊക്കെ, അതായത് ഓരോ ബ്രാൻഡുകളുണ്ടല്ലോ ഓരോ സാധനങ്ങൾക്ക്, അപ്പോൾ ഈ നാപ്കിൻ്റെ ബ്രാൻഡുകൾ ഉണ്ടാക്കുന്ന അത്ര നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലൊന്നും ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല. സോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരെണ്ണം പോലും അദ്ദേഹത്തിന് ഉണ്ടാക്കാനായിട്ടും സാധിക്കുന്നില്ല. മന്ത്സ് പാസ്ഡ് ആൻഡ് ബബ്ലു പ്രൊക്യൂർഡ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ ആൻഡ് അതർ മെറ്റീരിയൽസ് ടു മേക്ക് പാർട്സ്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു പോയി. ബബ്ലു പ്രൊക്യൂർഡ് മീൻസ് സ്വന്തമാക്കി എന്ത്, ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ ആൻഡ് അതർ മെറ്റീരിയൽസ്. ഈ നാപ്കിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ക്വാളിറ്റി, വിവിധ ക്വാളിറ്റീസുള്ള മെറ്റീരിയൽസ് കിട്ടി. അതുപോലെ അതിന് വേണ്ട മെറ്റീരിയൽസും അതിന് വേണ്ട തുണിയും ഒക്കെ ബബ്ലു നേടിയെടുത്തു. He continued his experiments, knowing that most women used unclean rags instead of sanitary napkins as they could not afford them. അപ്പോൾ എന്താണ്, അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം നമ്മുടെ ബബ്ലു തിരിച്ചറിഞ്ഞു എല്ലാ സ്ത്രീകളും അൺക്ലീൻ ആയിട്ടുള്ള പഴയ വൃത്തിയില്ലാത്ത തുണികളാണ് ഉപയോഗിക്കുന്നത്. കാരണം നാപ്കിൻസൊക്കെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പഴയ തുണികളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഹി ഓൾസോ ന്യൂ ദാറ്റ് ദിസ് മെയ്ഡ് ദെം പ്രോൺ ടു ഡിസീസ്. അതുപോലെ തന്നെ അദ്ദേഹം മനസ്സിലാക്കി എന്താണ്, ഇങ്ങനെ അൺക്ലീൻ ആയിട്ടുള്ള ഈ തുണികൾ ഉപയോഗിച്ചാൽ ഭയങ്കര രോഗങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതും അദ്ദേഹം മനസ്സിലാക്കി. നോ വൺ എൽസ് അപ്പിയർഡ് ടു ബി ബോതേർഡ് ബൈ ദിസ്. ആരും അവരെ ഇതിനു വേണ്ടി ബോധവൽക്കരിക്കാനൊന്നും ആരും വരുന്നില്ല. ഹി ലുക്ക്ഡ് അറ്റ് ദി ലിറ്റിൽ ഗേൾസ് റണ്ണിങ് അറൗണ്ട് ദി നെയ്ബർഹുഡ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അരികിലുള്ള വീടുകളിലെ കുട്ടികളെയൊക്കെ, ചെറിയ ചെറിയ പെൺകുട്ടികളെയൊക്കെ അദ്ദേഹം നോക്കുവാണ്. എന്നിട്ട് എന്താണ് അദ്ദേഹം വിചാരിക്കുന്നത്, ദേ കുഡിൻറ്റ് ഈവൻ ബൈ എ ഗുഡ് പെയർ ഓഫ് സ്ലിപ്പേഴ്സ്. ഒരു ജോഡി ചെരുപ്പ് പോലും ഈ കുട്ടികൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഹൗ കുഡ് ദേ ഇവർ അഫോർഡ് ടു ബൈ സാനിറ്ററി പാർട്സ് മന്ത് ആഫ്റ്റർ മന്ത്. അങ്ങനെ ഒരു നല്ല ചെരുപ്പ് പോലും മേടിക്കാൻ പറ്റാത്ത ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് എല്ലാ മാസവും ഇത്രയും വില കൂടിയ പാടുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ മേടിക്കാനായിട്ട് പറ്റുന്നത്? ഓരോ മാസം ഓരോന്നല്ലേ, അപ്പോൾ എങ്ങനെ അവർക്ക് മേടിച്ച് അത് അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ബബ്ലു ചിന്തിക്കുന്നു. However, his experiments and his obsession caused some unrest even in the family. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളും അതുപോലെ ഈ സാനിറ്ററി നാപ്കിനെ പറ്റിയുള്ള ചിന്തകൾ, അമിതമായ ചിന്തയ്ക്കാണ് ഒബ്സെഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അൺറസ്റ്റ് ഉണ്ടാക്കുന്നു, അശാന്തി ഉണ്ടാക്കുന്നു വീട്ടിൽ. കാരണം എന്താണ്, ബബ്ലു ഒരാണാണല്ലേ. അപ്പോൾ അന്നത്തെ കാലത്ത്, ഇന്ന് അത് കോമൺ ആണ്, എന്നാൽ അന്നത്തെ കാലത്ത് ഒരാളിങ്ങനെ സ്ത്രീകളുടെ പീരീഡ്സിനെ പറ്റി സംസാരിക്കുന്നു, നാപ്കിനെ പറ്റി സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര നാണക്കേടാകുകയാണല്ലേ ആ ഫാമിലിയിൽ. ദെൻ ഹിസ് മദർ ബെസീച്ച്ഡ് ഹിം ടു സ്റ്റോപ്പ് ദ എക്സ്പെരിമെൻറ്റ്, സേയിങ് ദാറ്റ് ദ ഹോൾ ഫാമിലി വുഡ് ബി ഡിസ്ഗ്രേസ്ഡ് ബൈ ഹിസ് സോർഡിഡ് ഇൻട്രസ്റ്റ് ഇൻ വുമൺസ് മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ എന്താണ്, അമ്മ ബെസീച്ച്ഡ് എന്ന് വെച്ചാൽ യാചിക്കുകയാണ് ബബ്ലുവിൻ്റെ അടുത്ത്, നീ ഈ പരീക്ഷണങ്ങളൊക്കെ നിർത്തണം, ഈ നമ്മുടെ ഫാമിലിക്ക് മൊത്തം ഡിസ്ഗ്രേസ് ആണ്, അല്ലെ സോർഡിഡ് എന്നൊക്കെ വെച്ചാൽ നാണക്കേടാണ്, ഭയങ്കര ഷെയിംഫുള്ളാണ്. നീ ഇങ്ങനെ സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിളിലൊക്കെ ഇൻട്രസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര നാണക്കേടാണ്. ദ ന്യൂസ് വാസ് ഗ്രാജുവലി spreading in the village and the villages entangled the whole family in a mesh of coarse whispers and rude glances. അങ്ങനെ പതിയെ ഗ്രാമത്തിലൊക്കെ അറിഞ്ഞു, ഗ്രാമവാസികളെല്ലാം ഇതിനെപ്പറ്റി അറിഞ്ഞു. അവരൊക്കെ കോഴ്സ് വിസ്പേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരുക്കനായ അടക്കം പറച്ചിലുകളൊക്കെ പറയുന്നു. അതുപോലെ റൂഡ് ഗ്ലാൻസസ്, അങ്ങനെ രൂക്ഷമായിട്ടൊക്കെ നോക്കുന്നു, കളിയാക്കുന്നു. ബബ്ലു വാസ് ഗ്ലൂമി ഫോർ എ വൈൽ അറ്റ് ദി തോട്ട് ഓഫ് സ്റ്റോപ്പിംഗ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ്. അങ്ങനെ ബബ്ലു ഇതൊക്കെ നിർത്തിയാലോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഭയങ്കര സങ്കടത്തിലാണ് ബബ്ലു. ബട്ട് ഹി ഡിവൈസ്ഡ് ആൻ ഐഡിയ ടു കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഹിംസെൽഫ് റാദർ ദാൻ അതേഴ്സ്. അപ്പോൾ ഈ പാഡ് ഉണ്ടാക്കിയിട്ട് അത് മറ്റുള്ളവരിൽ പരീക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് ബബ്ലു തീരുമാനിക്കുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്രണ്ട് ഹി കളക്റ്റഡ് സം ബ്ലഡ് യൂസിങ് എ റബ്ബർ ട്യൂബ്. ഹി എക്സ്പെരിമെൻറ്റഡ് വിത്ത് ദി നാപ്കിൻ ഹിംസെൽഫ്. അപ്പോൾ ബബ്ലു ഒരു പുരുഷനാണല്ലേ, അപ്പോൾ ഇത് സ്വയം പരീക്ഷിക്കുക എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് മാത്രമേ പറ്റൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ സഹായത്തോടെ കുറച്ച് ബ്ലഡ് കളക്ട് ചെയ്തു, എന്നിട്ട് ഒരു റബ്ബർ ട്യൂബ് മേടിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. വൺ ഡേ ലെദ ഹിസ് നെയ്ബർ പറൂൾസ് ഡോട്ടർ ഹാപ്പൻ ടു സീ ദിസ്. അപ്പോൾ അടുത്ത വീട്ടിലെ ലത, നെയ്ബറിൻ്റെ മകളാണ്, അവൾ കണ്ടതോടുകൂടി ഈ പരീക്ഷണം അവസാനിച്ചു. ദ നെക്സ്റ്റ് ഡേ ഓൾ കൈൻഡ്സ് ഓഫ് റൂമേഴ്സ് സ്പ്രെഡ് ഓവർ ദി സ്മോൾ ടൗൺ. അപ്പോൾ ഈ കുട്ടി കണ്ടു അല്ലേ, അപ്പോൾ അടുത്ത ദിവസം തന്നെ അങ്ങനെയാണ്, ഒരു ചെറിയ കാര്യം പെട്ടെന്ന് സ്പ്രെഡാകും. ഇതെല്ലാം നാട്ടിൽ സ്പ്രെഡായി. അനേബിൾ ടു ബിയർ ദ ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ അപമാനം. അപ്പോൾ അനേബിൾ ടു ബിയർ ദി ഹ്യൂമിലേഷൻ, നാണക്കേട് താങ്ങാനാവാതെ ബബ്ലുസ് വൈഫ് ലെഫ്റ്റ് ഹിം. ബബ്ലുവിൻ്റെ ഭാര്യ അയാളെ ഇട്ടിട്ട് പോയി. ഹിസ് മദർ ടു ഫോളോഡ് സൂട്ട് എന്ന് പറഞ്ഞാൽ അമ്മയും അതുപോലെ തന്നെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ അമ്മയും പോയി, ഭാര്യയും പോയി. ഹി ഹാ ലോസ് ഹിസ് വൈഫ്, ഭാര്യ നഷ്ടപ്പെട്ടു. ഹിസ് ഫാമിലി, കുടുംബം നഷ്ടപ്പെട്ടു. ഹിസ് ഫ്രണ്ട്സ്, കൂട്ടുകാരെ നഷ്ടപ്പെട്ടു. ആൻഡ് മണി, പൈസയും പോയി. ദാറ്റ് ഹി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ്
ഓൾ ഇൻ പെർസ്യൂട്ട് ഓഫ് ദ സാനിറ്ററി പാഡ് പ്രോജക്റ്റ്. അപ്പോൾ ഈ സാനിറ്ററി പാഡിൻ്റെ പ്രോജക്റ്റ് തുടരാൻ അദ്ദേഹം തയ്യാറായതിലൂടെ ഫാമിലിയും പോയി, പൈസയും പോയി, ഫ്രണ്ട്സും പോയി, എല്ലാം നഷ്ടമായി. ബബ്ലു വാസ് എ സിമ്പിൾ വെൽഡർ ഹൂസ് ലൈഫ് ഹാഡ് ബീൻ റിപ്പിഡ് എപ്പാർട്ട്. അപ്പോൾ എന്താണ്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരു വെൽഡർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫ് മൊത്തത്തിൽ ഈ ഒരു കാരണത്താൽ നഷ്ടപ്പെട്ടു. ആൻഡ് ഓൾ ബിക്കോസ് ഹി ഹാഡ് വോണ്ടഡ് ടു ഗിവ് ഗൗരി എ ഗിഫ്റ്റ്. എന്തുകൊണ്ടാണ്, ഗൗരിക്ക് ഒരു സമ്മാനം കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ബബ്ലുവിന് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇതിലേക്കൊക്കെ എത്തിച്ചത്. എ ഗിഫ്റ്റ് ഫോർ ഓൾ ദി പുവർ വുമൺ ഇൻ ദി വില്ലേജ് ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ്. അപ്പോൾ ഭാര്യയ്ക്ക് മാത്രമാണോ? അല്ല, വില്ലേജിലുള്ള അല്ലെങ്കിൽ വില്ലേജിന് പുറത്തുള്ള സ്ത്രീകൾക്കും ഒരു നാപ്കിൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള നല്ല ഒരു ലക്ഷ്യമായിരുന്നല്ലേ ബബ്ലുവിനുണ്ടായിരുന്നത്. പക്ഷേ ബബ്ലുവിൻ്റെ ആ ഒരു എഫേർട്ടിനെ ആരും മനസ്സിലാക്കിയില്ല, സ്വന്തം ഫാമിലി പോലും മനസ്സിലാക്കിയില്ല. ഈ ഒരു ചാപ്റ്ററിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ബബ്ലുവിൻ്റെ കഥ നമ്മൾ പഠിച്ചില്ലേ, ഈ ബബ്ലു എന്ന് പറയുന്നത് ഒരു റിയൽ ക്യാരക്ടറാണ്, ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബബ്ലുവിൻ്റെ യഥാർത്ഥ പേര് അരുണാചലം മുരുകാനന്ദം എന്നാണ്. അപ്പോൾ അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ റിയലായിട്ട് നടന്നൊരു കാര്യമാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ അതിനകത്ത് നിന്ന് റിയലായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സെക്ഷനും അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിനോട് ചേർന്ന് തന്നെ അത് നിങ്ങൾ പഠിക്കണം. ഇതിപ്പോൾ ഒരു കഥയായിട്ട് പഠിച്ചു. ഇനി ഇതിൻ്റെ റിയലായിട്ടുള്ള ആൾ, ഇതിൻ്റെ ബാക്കി എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതുകൂടി നോക്കാം. ഡോണ്ട് യു വോണ്ട് ടു നോ ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി? അപ്പോൾ എന്താണ് ബബ്ലുവിൻ്റെ ജീവിതത്തിൽ ബാക്കി നടന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോയെന്ന്. ഡു യു വോണ്ട് ടു നോ മോർ അബൌട്ട് ബബ്ലൂസ് ജേണി? ബബ്ലുവിൻ്റെ ജേണി എന്താണെന്ന് അറിയാൻ ആഗ്രഹമില്ലേ? ഉണ്ടല്ലേ. ഹിയർ ഈസ് ഹിസ് സ്റ്റോറി ഇൻ ഹിസ് ഓൺ വേർഡ്സ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലൂടെ തൻ്റെ കഥ അരുണാചല മുരുകാനന്ദം എന്ന യഥാർത്ഥ ക്യാരക്ടർ നമുക്ക് പറഞ്ഞു തരികയാണ്. ബബ്ലുവിൻ്റെ യഥാർത്ഥ പേരാണ് കേട്ടോ അത്. ഇൻ്റർവ്യൂ വിത്ത് പത്മശ്രീ അരുണാചല മുരുകാനന്ദം, ദ പാഡ് മാൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ആരുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്? പത്മശ്രീ അരുണാചലം മുരുകാനന്ദം. ഇപ്പോൾ ബബ്ലുവിന് പത്മശ്രീയൊക്കെ കിട്ടിയിട്ടുണ്ട്. ദ പാഡ് മാൻ ഓഫ് ഇന്ത്യ, പാഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി നോക്കാം. ആ ഇൻ്റർവ്യൂ സെക്ഷനാണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മുരുകാനന്ദം, ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു ടു മീറ്റ് ആൻഡ് ടോക്ക് ടു അസ്. മിസ്റ്റർ മുരുകാനന്ദം, താങ്കളോട് സംസാരിക്കാൻ, ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വി നോ ദാറ്റ് യു ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദി മാനുഫാക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഎക്സ്പെൻസീവ് സാനിറ്ററി നാപ്കിൻസ് ഫോർ എ ക്വാർട്ടർ ഓഫ് എ സെഞ്ച്വറി. 25 വർഷമായിട്ട് ഇൻഎക്സ്പെൻസീവ്, ഒരുപാട് പൈസ ഇല്ലാത്ത അഫോർഡബിൾ ആയിട്ടുള്ള നാപ്കിനുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ താങ്കൾ എക്സ്പേർട്ട് ആയിരിക്കുകയാണ്. നൗ വി ഹാഡ് ലൈക്ക് ടു ലേൺ അബൌട്ട് യുവർ ഏർലി ഡേയ്സ്. ഞങ്ങൾക്കിപ്പോൾ താങ്കളുടെ ഏർലി ഡേയ്സ്, നേരത്തെയുള്ള മുൻപുള്ള ജീവിതത്തെ പറ്റി അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഡിഡ് എനിവൺ ഇൻസ്പയർ യു ടു വർക്ക് ഫോർ ദി ഗുഡ് ഓഫ് ദി കമ്മ്യൂണിറ്റി? അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്ക്, ഒരു സൊസൈറ്റിക്ക് വളരെ നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ആളാണല്ലേ ഇപ്പോൾ അരുണാചലം മുരുകാനന്ദം. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് താങ്കൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇതൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ലെറ്റ് മീ അറ്റ് ദി ഔട്ട്സെറ്റ് ടെൽ യു മൈ സ്റ്റോറി. ആദ്യം തന്നെ, അറ്റ് ദി ഔട്ട്സെറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ കഥ പറയാം. മൈ ഫാദർ വാസ് എ ഹാൻഡ്ലൂം വ്യൂവർ. ഹാൻഡ്ലൂം വ്യൂവർ എന്ന് പറഞ്ഞാൽ കൈത്തുന്നൽക്കാരൻ. എൻ്റെ അച്ഛനൊരു കൈത്തുന്നൽക്കാരനായിരുന്നു. ഐ ഡ്രോപ്പ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ അറ്റ് 14 വെൻ ഹി പാസ്ഡ് അവേ. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ 14ാമത്തെ വയസ്സിൽ ഞാൻ സ്കൂൾ ഉപേക്ഷിച്ചു. അൺഎക്സ്പെക്റ്റഡ്ലി, അത് ആകസ്മികമായിരുന്നു, അറിഞ്ഞുണ്ടല്ലോ. മൈ ഫാദർ വർക്ക്ഡ് ഓൺ എ ഫാം ആൻഡ് ഷീ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് എൻസ് മീറ്റ്. അപ്പോൾ എന്താണ്, എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് എൻസ് മീറ്റ്, രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാനായിട്ടൊന്ന് പാടുപെട്ടിരുന്നത്. ഷീ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് 2 ഡോട്ടേഴ്സ്. അമ്മ ആരെയൊക്കെ നോക്കണം? 2 ഡോട്ടേഴ്സ്, 2 പെൺമക്കളെ നോക്കണം. ആൻഡ് എ സൺ, എന്നെയും നോക്കണം. യു നോ ഷീ ഹാഡ് ഹോപ്പ്ഡ് ഐ ഹാഡ് ബിക്കം ആൻ എഞ്ചിനീയർ. എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു എഞ്ചിനീയർ ആകണമെന്നായിരുന്നു ആഗ്രഹം. ഹവെവർ ഷീ കുഡിൻറ്റ് അഫോർഡ് ടു സെൻഡ് മീ ടു കോളേജ്. പക്ഷേ എന്നെ കോളേജിലേക്ക് വിടാനുള്ള സാമ്പത്തികം അമ്മയ്ക്കുണ്ടായിരുന്നില്ല. ആൻഡ് ഐ ഹാഡ് ടു ടേക്ക് അപ്പ് എ ജോബ് ഇൻ എ വെൽഡിംഗ് വർക്ക്ഷോപ്പ്. അതിനുശേഷം ഞാനൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തു. ഈവൻ ആസ് എ യങ് ബോയ്, ഒരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. അറ്റ് 21 ഐ മാരീഡ്. ഒരു 21 വയസ്സിൽ തന്നെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. ഇറ്റ് വാസ് ദെൻ ഐ ഡിസ്കവേർഡ് ദാറ്റ് മൈ വൈഫ് ശാന്തി. അപ്പോൾ വൈഫിൻ്റെ യഥാർത്ഥ പേര് കിട്ടി. നമ്മളെന്താണ് സ്റ്റോറിയിൽ പഠിച്ചത്? ഗൗരി എന്നാണ്, പക്ഷേ യഥാർത്ഥ പേര് ശാന്തി എന്നാണ് കേട്ടോ വൈഫിൻ്റെ. അപ്പോൾ ശാന്തിനെ
വിവാഹം ചെയ്തു. ഹാഡ് ടു യൂസ് ഓൾഡ് റാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്ലീൻ നാപ്കിൻസ് ഡ്യൂറിങ് ഹെർ മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ നമ്മൾ കഥയിൽ പഠിച്ചതുപോലെ തന്നെ അവരുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് ശാന്തി റാഗ് പഴംതുണികളാണ് ഉപയോഗിച്ചിട്ടിരുന്നത്. അതിൽ നിന്നാണ് ഇങ്ങനൊരു പാഡ് ഉണ്ടാക്കണമെന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയത്. ദിസ് മെയ്ഡ് മീ തിങ്ക് അബൌട്ട് ദി ജനറൽ സ്റ്റേറ്റ് ഓഫ് വുമൻസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അത് അങ്ങനെ വൈഫ് ഉപയോഗിക്കുന്ന കണ്ടപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ദ നോളജ് ട്രിഗേർഡ് മൈ റിസർച്ച് ഇൻ ദി മാനുഫാക്ചർ ഓഫ് അഫോർഡബിൾ നാപ്കിൻസ്. അതിൽ നിന്നാണ് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന, സാമ്പത്തികമായിട്ട് കുറച്ച് കുറഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് പോലും വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള നാപ്കിൻസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നത്. ഇതെല്ലാം നമ്മൾ സ്റ്റോറിയിൽ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് യു ഇയേഴ്സ് ടു ഫൈൻഡ് ദ റൈറ്റ് മെറ്റീരിയൽസ് ഫോർ യുവർ നാപ്കിൻസ്. കുഡ് യു ടെൽ us മോർ അബൌട്ട് ദാറ്റ് ഫേസ് യുവർ റിസർച്ച്? അതായത് മെറ്റീരിയൽസ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പാടിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടെന്നറിയാം. അതിൻ്റെ ആ ഒരു ഫേസൊക്കെ, ആ ഒരു ഘട്ടമൊക്കെ ഞങ്ങൾക്കൊന്ന് വിവരിച്ച് തരാമോ എന്ന് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നു. അപ്പോൾ അരുണാചല മുരുകാനന്ദം അഥവാ ബബ്ലു റിപ്ലൈ ചെയ്യുന്നു. ആസ് ഐ മെൻഷൻഡ് ഏർലിയർ മൈ ഫാദർ വാസ് എ വ്യൂവർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനൊരു കൈത്തുന്നൽക്കാരനായിരുന്നു. ദെയർഫോർ ഐ വാസ് സം വാട്ട് ഫെമിലിയർ വിത്ത് കോട്ടൺ. അതുകൊണ്ട് തന്നെ എനിക്ക് കോട്ടനെ പറ്റിയിട്ടൊക്കെ, കോട്ടൺ തുണിയെ പറ്റിയിട്ടൊക്കെ അറിയാമായിരുന്നു. ആൻഡ് മെയ്ഡ് യൂസ് ഓഫ് മെനി വെറൈറ്റീസ് ഓഫ് കോട്ടൺ. അതുപോലെ ഞാൻ പലതരത്തിലുള്ള കോട്ടൺ മെറ്റീരിയൽസൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഓൾ മൈ ഇനിഷ്യൽ എക്സ്പെരിമെൻറ്റ് ഫെയിൽഡ് മിസറബിളി എന്ന് പറഞ്ഞാൽ മൃഗീയമായി, വളരെ ദയനീയമായി പരാജയപ്പെട്ടു ആദ്യത്തെ പരീക്ഷണങ്ങളെല്ലാം തന്നെ. ദ ടോപ്പിക് വാസ് ടബു ഇൻ അവർ വില്ലേജ് അറ്റ് ദ ടൈം ആൻഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്റ്റ് ലെഡ് ടു മൈ ഐസൊലേഷൻ വിത്തിൻ ദി കമ്മ്യൂണിറ്റി ആൻഡ് ഈവൻ മൈ ഫാമിലി. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ടബു ആയിരുന്നു, അതായത് നാപ്കിൻ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള പ്രോജക്റ്റ് വിലക്കപ്പെട്ടിരുന്നു. എവിടെ? എൻ്റെ വില്ലേജിൽ, എൻ്റെ ഗ്രാമത്തിൽ അത് വിലക്കപ്പെട്ടിരുന്നു. അതുപോലെ കമ്മ്യൂണിറ്റിയും ഫാമിലിയും സമൂഹവും എൻ്റെ വീട്ടുകാരും ഒക്കെ എന്നെ ഐസൊലേറ്റ് ചെയ്തു, ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ബട്ട് ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്. പക്ഷേ ഞാൻ അതിൽ നിന്നും പിന്മാറിയില്ല. ഐ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് കോട്ടൺ ദ പോപ്പുലർ ബ്രാൻഡ്സ് വെയർ യൂസിങ് ഫോർ ദെയർ നാപ്കിൻസ്. അപ്പോൾ ഞാൻ കണ്ടെത്താനായിട്ട് തുടങ്ങി എന്തൊക്കെയാണ് ഈ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ഈ നാപ്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കോട്ടൺ എന്താണ്, ഏത് ടൈപ്പ് കോട്ടൺ ആണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇറ്റ് ടുക്ക് മീ 2 years ഓഫ് ട്രയൽ ആൻഡ് എറർ ടു ഫിഗർ ഔട്ട് ഇറ്റ് വാസ് പൈൻവുഡ് പൾപ്പ് ആൻഡ് നോട്ട് കോട്ടൺ. എന്താണ് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ തോറ്റുപോകും, പിന്നെയും അതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എഴുന്നേറ്റ് വന്നൊന്ന് ശരിയാക്കും, പിന്നെയും അത് തെറ്റിപ്പോകും. അങ്ങനെ ട്രയൽ ആൻഡ് എറർ ആയിരുന്നു. പെട്ടെന്ന് തന്നെയല്ല അദ്ദേഹം ഈ ഒരു നിലയിലേക്ക് എത്തിയത്. ആൻഡ് ഇറ്റ് വാസ് പൈൻവുഡ് പൾപ്പ് ആൻഡ് നോട്ട് കോട്ടൺ. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ ബ്രാൻഡൊക്കെ കോട്ടൺ അല്ല ഉപയോഗിക്കുന്നത്, പൈൻവുഡിൻ്റെ ഒരു പൾപ്പാണ് നാപ്കിൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദ സപ്ലയേഴ്സ് സെൻഡ് മീ സം സാമ്പിൾസ്. അപ്പോൾ കുറേ സപ്ലയേഴ്സ് നമ്മുടെ അരുണാചലത്തിന് കുറച്ച് മെറ്റീരിയൽസും സാമ്പിൾസൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. ഐ സ്പെൻഡ് സിവറൽ ഡേയ്സ് വണ്ടറിങ് ഹൗ ടു മേക്ക് സെല്ലുലോസ് ഫ്രം ഇറ്റ്. അതിൽ നിന്ന് സെല്ലുലോസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഒരുപാട് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി. വൺ ഡേ മൈ പെറ്റ് ഡോഗ് ആക്സിഡൻ്റലി സ്ക്രാച്ച്ഡ് ദി സാമ്പിൾ കാർഡ്. ഒരു ദിവസം അദ്ദേഹം വളർത്തുന്ന ഒരു പട്ടിക്കുട്ടി എന്ത് ചെയ്തു, ആ ഒരു കൊണ്ടുവന്നിരിക്കുന്ന സാമ്പിൾ, ഒരു പൈൻവുഡ് പൾപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ വലിച്ചു കീറി ഇട്ടു. ഐ കുഡ് സീ ദ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ആ വലിച്ചു കീറി ഇട്ടിരിക്കുന്നതിൻ്റെ അകത്തു നിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ടൈപ്പ് മെറ്റീരിയലൊക്കെ അതിനകത്തു നിന്ന് വേർതിരിച്ച് വരുന്നുണ്ട്. ദിസ് ഗേവ് മീ ദ ഐഡിയ ഓഫ് ഡീഫൈബ്രേഷൻ. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കിയത് ഡീഫൈബ്രേഷൻ ചെയ്താൽ അദ്ദേഹത്തിന് വേണ്ട സാധനം കിട്ടുമെന്ന്. ഡീഫൈബ്രേഷൻ എന്ന് വെച്ചാൽ ഒരു എന്തിൻ്റെങ്കിലും ഉള്ളിൽ നിന്ന് ഇങ്ങനെ നാരുകളൊക്കെ വേർതിരിച്ചെടുക്കുക. ഈ പൈൻവുഡ് പൾപ്പിനകത്തു നിന്ന് നാരുകളൊക്കെ വേർതിരിച്ച് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാക്കി എടുക്കാമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതാണ് അദ്ദേഹം നാപ്കിനായിട്ട് യൂസ് ചെയ്തത്. അതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലേറ്റർ മിസ്റ്റർ മുരുകാനന്ദം യു ഡിസ്കവേർഡ് ദാറ്റ് ദ റിയൽ നീഡ് വാസ് ഫോർ മോർ എഫിഷ്യൻറ്റ് മെഷീനറി. ഹൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്? അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ്, ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീൻസൊക്കെ വേണ്ടി വന്നില്ലേ, അതൊക്കെ താങ്കൾ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? അപ്പോൾ അതിന് മറുപടിയായിട്ട് മുരുകാനന്ദം പറയുന്നു, ദ മെഷീൻസ് ദാറ്റ് പ്രൊഡ്യൂസഡ് സാനിറ്ററി നാപ്കിൻസ് കോസ്റ്റ് ക്രോർസ് അറ്റ് ദ ടൈം. എന്താണ് സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കുന്ന മെഷീനൊക്കെ കോടിക്കണക്കിന് വില വരും. ഐ റിയലൈസ്ഡ് ദാറ്റ് വുമൺ കുഡ് ഗെറ്റ് അഫോർഡബിൾ നാപ്കിൻസ് ഓൺലി ഇഫ് ദി മെഷീനറി ബിക്കം ലെസ് എക്സ്പെൻസീവ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, മുരുകാനന്ദം പറയുന്നു, അദ്ദേഹത്തിന് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇത്രയും വലിയ വില കൂടിയ മെഷീനൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന നാപ്കിനൊക്കെ വിലയുണ്ടാകും,
സ്ത്രീകൾക്ക് അത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, മെഷീൻസിൻ്റെ വില കുറയ്ക്കണം. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു. ഐ ദെൻ ബിഗിൻ ടു ഫോക്കസ് ഓൺ ഡിസൈനിങ് അഫോർഡബിൾ മെഷീൻസ്. അതിൽ നിന്നാണ് അദ്ദേഹം എന്ത് തീരുമാനിച്ചത്, മെഷീൻസ് ഇത്രയും കോടികൾ കൊടുത്ത് മേടിക്കണ്ട, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മെഷീൻസ് ആദ്യം ഉണ്ടാക്കാം, അതിൽ നിന്നും അഫോർഡബിൾ ആയിട്ടുള്ള നാപ്കിൻസ് ഉണ്ടാക്കാമല്ലോ. എഗെയിൻ മൈ ട്രയൽ ആൻഡ് എറർ. വീണ്ടും ട്രയൽ ആൻഡ് എററാണ്. ആദ്യം തന്നെ അത് സക്സസ് ആവില്ല, പിന്നെ അത് ശരിയാകും, പിന്നെയും അത് ചിലപ്പോൾ സക്സസ് ആവില്ല, പിന്നെ അത് ശരിയാക്കും. അങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരുന്നു. ഐ സക്സീഡഡ് ഇൻ ഡിസൈനിങ് ആൻഡ് ബിൽഡിംഗ് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് മെഷീൻസ്. അങ്ങനെ അദ്ദേഹം അവസാനം സക്സീഡഡ് ആയി. എങ്ങനെയാണ്, ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് വില കുറഞ്ഞ മെഷീൻസൊക്കെ ഉണ്ടാക്കി. ദീസ് കുഡ് ബി ഓപ്പറേറ്റഡ് ബൈ പീപ്പിൾ വിത്തൗട്ട് മച്ച് ട്രെയിനിങ്. അതെന്താണ്, ആ മെഷീൻസിനൊക്കെ ഒരുപാട് ട്രെയിനിങ് ഒന്നും കിട്ടിയില്ലെങ്കിലും മനുഷ്യന് തന്നെ അതെന്ത് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിന് വലിയ ട്രെയിനിങ് ഒന്നും വേണ്ട. ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻ. അങ്ങനെ അദ്ദേഹം വളരെ വില കുറഞ്ഞ മെഷീൻസ് ഉണ്ടാക്കിയെടുത്തു. ഐ ഡിസൈനഡ് 3 സെപ്പറേറ്റ് മെഷീൻസ് ഫോർ ദി ഡീഫൈബ്രേഷൻ. ഒരു മെഷീനല്ല, 3 ടൈപ്പ് മെഷീൻസാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. ഒരെണ്ണം ഡീഫൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നാരുകളൊക്കെ വേർതിരിച്ചെടുക്കാൻ. പിന്നെ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ ചുരുക്കി നല്ല രീതിയിലൊക്കെ എടുക്കാൻ. ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽ ജെയിംസും കീടാണുക്കളൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ ശുചീകരിച്ചെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് 3 മെഷീനാണ് ഉണ്ടാക്കിയത്. ഡീഫൈബ്രേഷൻ, കംപ്രഷൻ, സ്റ്റെറിലൈസേഷൻ. ദിസ് 2 ഈസ് ദ റിസൾട്ട് ഓഫ് ട്രയൽ ആൻഡ് എറർ. ഇതും ശരിക്കും ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് ഈ 3 മെഷീനും ഉണ്ടാക്കിയെടുത്തത്. ദ ഓൺലി മെത്തേഡ് ഐ ഹാഡ് എവർ റെക്കമെൻഡ് ഫോർ ജെന്യുവൻ ഇന്നോവേഷൻ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് പുതിയൊരു കാര്യം കണ്ടെത്താനും ഉണ്ടാക്കിയെടുക്കാനും ഏറ്റവും നല്ല മെത്തേഡെന്ന്. കാരണം തെറ്റിപ്പോയോ, ഇതിനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കരുത്, വീണ്ടും ട്രൈ ചെയ്യുക, അപ്പോൾ സക്സസ് ആകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സർ ഓഫ് കോഴ്സ് മെനി MNC വുഡ് ഹാവ് മെയ്ഡ് യു ഹാൻസം ഓഫേഴ്സ് ഫോർ യുവർ മെഷീൻസ് വെയർ യു എവർ ടെംപ്റ്റഡ് ടു ടേക്ക് എനി ഓഫ് ദീസ് ഓഫേഴ്സ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. MNC മൾട്ടിനാഷണൽ കോർപ്പറേഷൻ, വലിയ വലിയ കമ്പനികളൊക്കെ താങ്കൾക്ക് ഓഫേഴ്സൊക്കെ തന്നിട്ട് താങ്കളുടെ മെഷീൻസൊക്കെ എടുക്കാൻ നോക്കിയിട്ടില്ലേ? ഇത് ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണല്ലോ. അപ്പോൾ അതിലൊന്നും താങ്കൾ വീണ് പോയിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഇറ്റ് ടുക്ക് മീ 13 years ടു ഗെറ്റ് എ പേറ്റൻറ്റ് ഫോർ മൈ ഇൻവെൻഷൻ. എൻ്റെ ഈ ഒരു കണ്ടുപിടുത്തത്തിന് പേറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അവകാശം, ആശയാവകാശം അദ്ദേഹം കണ്ടുപിടിച്ചതാണല്ലോ, അതിനെ ആർക്കും കൈമാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു പേറ്റൻറ്റിന് വേണ്ടിയിട്ട് 13 വർഷം എടുത്തു. വെൻ ഐ ഗോട്ട് ദ പേറ്റൻറ്റ് ഐ പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദി പബ്ലിക് ഡൊമൈൻ ഫോർ എനി വൺ ഹൂ വാണ്ടഡ് ടു യൂസ് ഇറ്റ്. അപ്പോൾ അദ്ദേഹം ഇത് എൻ്റെ കണ്ടുപിടുത്തമാണ്, ഞാൻ മാത്രമേ ചെയ്യൂ എന്ന് വിചാരിച്ച് നിന്നില്ല. അദ്ദേഹം അതൊരു പബ്ലിക് ഡൊമൈനായിട്ട് സമൂഹത്തിന് വേണ്ടി കൊടുത്തു. ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിച്ച് ഇനി ഇത്തരത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ അദ്ദേഹം അത് പബ്ലിക് ഡൊമൈന് കൊടുത്തു. ഐ സെൽ മൈ മെഷീൻസ് അറ്റ് എ സബ്സിഡഡ് പ്രൈസ് ടു വുമൺസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീ സംഘടനകളൊക്കെ ഉണ്ടല്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ട് സബ്സിഡിയിൽ മെഷീൻസ് വരെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അവരുണ്ടാക്കിക്കോട്ടെ, നാപ്കിൻസ് ഉണ്ടാക്കിക്കോട്ടെ, അവരുടെ ബിസിനസ് വളർന്നോട്ടെ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ റെഡിയായിരുന്നു. മൈ പ്രോഫിറ്റ് മാർജിൻ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ നീഡ് നോട്ട് ഗ്രീഡ്. ബേസ്ഡ് ഓൺ നീഡ്, എൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത് ആവശ്യകതയാണ്, അല്ലാതെ എനിക്ക് ആർത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ബിലീവ് ദാറ്റ് ദ സക്സസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ലൈസ് നോട്ട് ഇൻ ദി മേക്കിംഗ് മണി, പൈസ ഉണ്ടാക്കുന്നതിലല്ല, ബട്ട് ഇൻ അലവിങ് അതേഴ്സ് ടു ബെനിഫിറ്റ്. അതുമൂലം, ആ ബിസിനസ് മൂലം മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാകുമ്പോഴാണ് ആ ബിസിനസ് സക്സസ് ആകുന്നത്. അപ്പോൾ ഇവിടെ മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തിക്ക് മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുക എന്നുള്ളതായിരുന്നു മെയിൻ കാര്യം, അല്ലാതെ എനിക്കെല്ലാം വേണം, ഇതെൻ്റെ പ്രോഫിറ്റാണ്, എൻ്റെ ആശയമാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരാളല്ലായിരുന്നു. സർ, വൈ ഡു യു പ്രൊമോട്ട് വുമൺ ആൻഡ് വുമൺ സെൽഫ് ഗ്രൂപ്പ് സോ മച്ച്? എന്തിനാണ് താങ്കൾ സ്ത്രീകളുടെയോ ഗ്രൂപ്പിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്? ഗാന്ധിജി സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് വുമൺ കുഡ് ട്രാൻസ്ഫോം ഇന്ത്യ. ഗാന്ധിജി വിശ്വസിച്ചിരുന്നു സ്ത്രീകൾക്ക് ഇന്ത്യയെ തന്നെ മാറ്റാനായിട്ട് സാധിക്കുമെന്ന്. ഐ ഫോളോ ഗാന്ധിജീസ് വിസ്ഡം ആൻഡ് ഹിസ് പാത്ത്. ഞാൻ ഫോളോ ചെയ്യുന്നത് ഗാന്ധിജിയുടെ അറിവിനെയും അതുപോലെ ഗാന്ധിജിയുടെ വഴിയെയുമാണ്. മൈ മിഷൻ ഈസ് ടു ജനറേറ്റ് 1 million ജോബ്സ് ഫോർ വുമൺ ഇൻ ഇന്ത്യ ആൻഡ് ടു പ്രൊമോട്ട് 100% ഹൈജീൻ ഇൻ ഹൗസ് ഹോൾഡ്സ്. എൻ്റെ ഉദ്ദേശം 1 മില്യണിലധികം സ്ത്രീകൾക്ക് ജോലി കൊടുക്കുക, അതുപോലെ ഹൈജീൻ, ആരോഗ്യം വളർത്തിയെടുക്കുക വീടുകളിൽ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഹൗ ക്യാൻ ഐ best do that? I use the power of women to empower women.
എങ്ങനെയാണ് അത് എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്? അതിനു വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച മാർഗ്ഗമാണ് സ്ത്രീകൾ. ഐ യൂസ് ദ പവർ ഓഫ് വുമൺ ടു എംപവർ വുമൺ. ഞാൻ സ്ത്രീകളെ തന്നെ സ്ത്രീകളുടെ പുരോഗതിക്ക് ഉപയോഗിക്കുന്നു. ഇൻ മൈ മിഷൻ 3 എലമെൻറ്റ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ്: അവെയർനെസ്, അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി. എൻ്റെ ഒരു മിഷനിൽ എനിക്ക് 3 കാര്യങ്ങളാണുണ്ട്. അവെയർനെസ്, ബോധവൽക്കരണം; അവൈലബിലിറ്റി, ലഭ്യത; അതുപോലെ അഫോർഡബിലിറ്റി, വളരെ വില കുറഞ്ഞ നിരക്കിൽ അതെത്തിക്കുക. വുമൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് വുമൺ. സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ക്രിയേറ്റ് അവയർനെസ് ഓൺ മെൻസ്ട്രൽ സൈക്കിൾ, മെൻസ്ട്രൽ ഹൈജീൻ. അതുപോലെ ഒരു സ്ത്രീനെ അതിനെപ്പറ്റി മനസ്സിലാക്കിയെടുത്താൽ അവർ അടുത്ത സ്ത്രീയോട് പറയും, അല്ലേ, മെൻസ്ട്രൽ കപ്പും അല്ലെ മെൻസ്ട്രൽ ഹൈജീൻ എന്താണ്, അല്ലെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മെൻസ്ട്രൽ കപ്പാണ്, അല്ലേ. നമ്മളത് ആരോ ഒരാളത് നമുക്ക് ഷെയർ ചെയ്തത് നമ്മളത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്, അല്ലേ. എന്തോ ഒരു പുതിയ ഐഡിയ വന്നു, അപ്പോൾ സ്ത്രീകൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കും. നമ്മൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ നമ്മൾ വേറൊരു സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ മുരുകാനന്ദവും പറയുന്നത്. സ്ത്രീകളെ ഉപയോഗിച്ച് തന്നെ സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിന്നു. You have said that you prefer to use the word detail rather than retail when you mention your product. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൂടുതലും ഡീറ്റെയിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് റീറ്റെയിലിനേക്കാൾ കൂടുതൽ. കുഡ് യു എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ ദിസ്? അതെന്താണ്, നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ഈ ഡീറ്റെയിലും റീറ്റെയിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കുന്നു. മോർ ദാൻ ടേൺ ഓവർ, വരവിനേക്കാൾ കൂടുതൽ ഐ ഫോക്കസ് ഓൺ ഇമ്പാക്റ്റ്. ഞാൻ ഫോക്കസ് ചെയ്തത് ഇമ്പാക്റ്റിലായിരുന്നു, മാറ്റത്തിലായിരുന്നു, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിലായിരുന്നു. സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ഷുഡ് ബി ഇമ്പാക്റ്റ് ബേസ്ഡ്. ഒരു സൊസൈറ്റിയിലെ എന്തെങ്കിലും ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റിനെ, മാറ്റങ്ങളെ ബേസ് ചെയ്താണ്. ഒരു പ്രൊഡക്റ്റ് വന്നു, അത് നല്ല മാറ്റങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ അത് സക്സസ് ആണ്. ഐ ആസ്ക് ദ വുമൻസ് കളക്റ്റീവ്സ് ടു പേഴ്സണലി talk to every woman customer in detail about hygiene. Our aim is not to increase sales but to increase awareness. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരുപാട് സ്ത്രീകൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. ആ സ്ത്രീകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള സ്ത്രീകളിലേക്ക് ബോധവൽക്കരണം അല്ലെ അവയർനെസ് എത്തിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നു സെയിൽസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ലായിരുന്നു, ബോധവൽക്കരണം വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ക്ലാസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. We have created 1363 ലോക്കൽ ബ്രാൻഡ്സ്. 1363 ലോക്കൽ ബ്രാൻഡ്സ് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഏൺഡ് 3 ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 75 ബില്യൺ ഡോളേഴ്സ് ഇൻ റവന്യൂ സോ ഫാർ. $75 ബില്യൺ റവന്യൂ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1363 ബ്രാൻഡുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് ഇൻഫർമേഷൻ ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ് ഈസ് എ ടഫ് തിങ് ടു ഡു. അപ്പോൾ ഓരോ ഈ ചെറിയ കാര്യങ്ങളെ പറ്റിയിട്ട് ബോധവൽക്കരണം കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. കാരണം ഒരാളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് അവർ ചോദിച്ചിട്ടിരിക്കുക അതെന്താ അങ്ങനെ, അതെന്താ എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. I bow to all teachers as they spend their whole lives detailing things to pupils. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ടീച്ചർമാരെയൊക്കെ സമ്മതിച്ചിരിക്കുന്നു. കാരണം അവരുടെ ജീവിതകാലം മൊത്തം അവർ ഈ ചെറിയ കാര്യങ്ങൾ കുട്ടികളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനായിട്ട് എന്തോരം പാടുപെടുന്നുണ്ട്. അവരുടെ മനസ്സിലുള്ള ഐഡിയാസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലേ, സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ എന്തോരം പാടുപെടുന്നുണ്ടെന്നോർത്ത് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇനി അദ്ദേഹം ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതാണ്. ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഡിഡ് യു എവർ ഗെറ്റ് എനി സപ്പോർട്ട് ഫ്രം പോളിസി മേക്കേഴ്സ് ഓർ ഗവൺമെൻറ് ഏജൻസീസ് ഫോർ യുവർ പ്രൊജക്ട് സാർ? ക്യാൻ യു ടെൽ us ഹൗ ദ ഗവൺമെൻറ് സപ്പോർട്ടഡ് യുവർ എഫേർട്ട്? ഗവൺമെൻറ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു IIT മദ്രാസ് എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? ഗ്രാസ് റൂട്ട്സ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് അവാർഡ് തന്ന് IIT മദ്രാസ് എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഐ റിസീവ്ഡ് ദ അവാർഡ് ഫ്രം പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്നാണ് പറയുന്നത്? പത്മശ്രീ അവാർഡ് ഇൻ 2016. എന്താണ് 2016 എനിക്ക് പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദ ഇന്ത്യൻ പാർലമെൻറ്റ് ഡിസ്കസ്ഡ് ദ ഇഷ്യൂ ഓഫ് വുമൺ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അറ്റ് ഗ്രേറ്റ് ലെങ്ത് ആൻഡ് ദ ഗവൺമെൻറ് വേവ്ഡ് GST ഓൺ സാനിറ്ററി നാപ്കിൻസ്. അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ വുമൺ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ സാനിറ്ററി നാപ്കിനിൽ നിന്നും GST ഒഴിവാക്കിയിട്ടുമുണ്ട്. But what I consider the most important of all is that my family came back to me. അപ്പോൾ എന്താണ് ഈ ഒരു ലക്ഷ്യത്തിൽ എനിക്ക് ഏറ്റവും നേടിയെടുക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്
മൈ ഫാമിലി കം ബാക്ക് ടു മീ, എൻ്റെ കുടുംബം അല്ലേ, അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിന് ഉപേക്ഷിച്ച് പോയതാണ് അല്ലേ, അതെല്ലാം തിരികെ അദ്ദേഹത്തിന് ലഭിച്ചു. വാട്ട് മെസ്സേജ് ഡു യു ഹാവ് സ്പെഷ്യലി ഫോർ ദി യങ് ഇന്നോവേറ്റേഴ്സ് ആൻഡ് സോഷ്യൽ എൻ്റർപ്രണേഴ്സ് ഓഫ് അവർ നേഷൻ? വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു സ്റ്റുഡൻസ്? അപ്പോൾ കുറേ ഓൺട്രപ്രണേഴ്സ്, കുറേ ബിസിനസ്സുകാരും സ്വയം സംരംഭകരൊക്കെ വരുന്നുണ്ടല്ലേ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് താങ്കൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളതെന്നാണ് അവസാനത്തെ ചോദ്യം. അതിന് അദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: എഡ്യൂക്കേഷൻ എംപവേഴ്സസ്, എന്താണ്, വിദ്യാഭ്യാസം നമ്മളെ വളർത്തുന്നു, പുരോഗമനത്തിലേക്ക് എത്തിക്കുന്നു. വി മസ്റ്റ് ഹവർ ഓൾവേസ് ബിയർ ഇൻ മൈൻഡ് ദാറ്റ് വി ഡു നോട്ട് നീഡ് ടു ബെഗ് ഫോർ എ ജോബ് ആഫ്റ്റർ എഡ്യൂക്കേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വിദ്യാഭ്യാസം അല്ലെ എഡ്യൂക്കേഷന് ശേഷം നമ്മൾ ആരുടെ മുന്നിലും ജോലിക്ക് വേണ്ടി തെണ്ടേണ്ട ആവശ്യമില്ല. ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻസ് ടു സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ക്രിയേറ്റ് ജോബ്സ് ഫോർ യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. എന്ത് ചെയ്താൽ മതി? ആരുടെ അടുത്തും ജോലി നോക്കണ്ട, സമൂഹത്തിലേക്ക് നോക്കുക, സമൂഹത്തിലെ എന്തെങ്കിലും പ്രോബ്ലങ്ങളിലേക്ക് നോക്കുക, അതിനൊരു പരിഹാരം കണ്ടുപിടിക്കുക. അതിലൂടെ നിങ്ങൾക്ക് വളരാനായിട്ട് സാധിക്കും. അതുപോലെയല്ലേ ഇവിടെ അരുണാചലം എന്ന് പറയുന്ന വ്യക്തിയും വലിയൊരാളായിട്ട് മാറിയത്. അദ്ദേഹം ആ സൊസൈറ്റിയിലെ സാനിറ്ററി നാപ്കിൻസിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കി അതിനെതിരെ ഒരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തെടുത്തു. അദ്ദേഹം ഒരു വലിയൊരു ഓൺട്രപ്രണറായിട്ട് മാറി. യു നീഡ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ്. അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ, സൊസൈറ്റിയിലുള്ള ഈ പ്രോബ്ലംസൊക്കെ മനസ്സിലാക്കി എടുക്കുന്നതിന് ആദ്യം നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ വേണം. എഡ്യൂക്കേഷനിലൂടെ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതാദ്യം നേടിയെടുക്കുക. കൺവേർട്ട് എവരി പ്രോബ്ലം ഇൻറ്റു ആൻ ഓപ്പർച്യൂണിറ്റി. എല്ലാ പ്രശ്നങ്ങളെയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. കം ഔട്ട് വിത്ത് സൊല്യൂഷൻ, അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ആൻ ഇൻവെൻഷൻ, അതിൽ നിന്നൊരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തുക. ആൻ ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രൈസ്, അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഡെവലപ്പ് ചെയ്തെടുക്കുക. ബിക്കം സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആൻഡ് സോഷ്യൽ എൻ്റർപ്രണേഴ്സ് ട്രാൻസ്ഫോം ദ വേൾഡ്. സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെ സൊസൈറ്റിയിൽ വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ, നല്ല നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ട്രാൻസ്ഫോം ദ വേൾഡ്, ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു വെരി മച്ച് സർ. We are sure your life and your words of wisdom will indeed be an inspiration for generations to come. അപ്പോൾ അവസാന ഇൻ്റർവ്യൂവർ പറയുന്ന ഇതാണ്: താങ്കളുടെ ഈ വാക്കുകളും താങ്കളുടെ പ്രവൃത്തികളുമൊക്കെ വരുന്ന ജനറേഷന് ഒരു മാതൃകയാണ്, ഒരു ഇൻസ്പിരേഷനാണ് എന്ന് ഇൻ്റർവ്യൂവർ പറയുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഫീനിക്സ് റൈസസ്. അതായത് കത്തിക്കരിഞ്ഞു പോയ അവസ്ഥയിൽ നിന്ന് പുനർജനിച്ച് വരുന്ന ഫീനിക്സ് പക്ഷിയെ പോലെയുള്ള മനുഷ്യരുണ്ടല്ലേ. ഇപ്പോൾ ശ്രീകാന്ത് ബൊല്ല, നമ്മൾ പഠിച്ച ശ്രീകാന്ത് ബൊല്ലയാണെങ്കിലും അതുപോലെ ഇപ്പോൾ പഠിച്ച അരുണാചലമാണെങ്കിലും അങ്ങനെയുള്ള വ്യക്തികളാണ്.